മാലിന്യമുക്തം നവകേരളം പദ്ധതിയുടെ ഭാഗമായി പള്ളുരുത്തി ബ്ലോക്ക് പഞ്ചായത്ത് സമ്പൂർണ്ണ ശുചിത്വ പ്രഖ്യാപനം നടത്തി. കൊച്ചി എംഎൽഎ കെ.ജെ. മാക്സി ഉദ്ഘാടനം ചെയ്തു. ചടങ്ങിൽ വെച്ച് വിവിധ മേഖലകളിൽ പ്രാഗൽഭ്യം തെളിയിച്ച പ്രതിഭകളെ ആദരിച്ചു. മാലിന്യമുക്തം നവകേരളം പദ്ധതിയുടെ ഭാഗമായാണ് പള്ളുരുത്തി ബ്ലോക്ക് പഞ്ചായത്ത് സമ്പൂർണ്ണ ശുചിത്വ പ്രഖ്യാപനം നടത്തിയത്. പള്ളുരുത്തി ബ്ലോക്ക് പഞ്ചായത്തിനു കീഴിലുള്ള കുമ്പളം, കുമ്പളങ്ങി, ചെല്ലാനം ഗ്രാമപഞ്ചായത്തുകളിൽ നിന്നും മാലിന്യ സംസ്കരണവും ശുചീകരണ പ്രവർത്തനങ്ങളും കൃത്യമായി നടത്തിയ വിവിധ മേഖലകളിലുള്ളവരെ ആദരിച്ചു. മികച്ച വീടായി രാധാകൃഷ്ണൻ കണ്ണിക്കാട്ടിന്റെയും മികച്ച വാർഡായി കുമ്പളം 5-ാം വാർഡും, കുമ്പളങ്ങി മികച്ച സ്ഥാപനം ബ്ലോക്ക് കുടുംബാരോഗ്യ കേന്ദ്രം, കുമ്പളങ്ങി മികച്ച റെസിഡൻസ് അസോസിയേഷൻ, ഉദയത്തും വാതിൽ സെൻട്രൽ റെസിഡൻസ് അസോസിയേഷൻ, മികച്ച ജനകീയ സംഘടന തണൽ, കുമ്പളം മികച്ച ഹരിത വായനശാല, കുമ്പളം വായനശാല വാർഡ് 15, മികച്ച പൊതു ഇടം ചേപ്പനം ബണ്ട് റോഡ്, കുമ്പളം മികച്ച ഹരിത അയൽക്കൂട്ടം സുരഭി വാർഡ് 11 ചെല്ലാനം, മികച്ച ഹരിത ടൗൺ കണ്ണമാലി, മികച്ച ഹരിത വിദ്യാഭ്യാസ സ്ഥാപനം പുത്തൻതോട് GHSS ചെല്ലാനം എന്നിവയാണ് പുരസ്കാരത്തിന് അർഹമായത്. കൂടാതെ കായിക മേഖലകളിൽ ദേശീയ തലങ്ങളിൽ കഴിവ് തെളിയിച്ച് നാടിന് അഭിമാനമായി മാറിയ ജോസഫ് ജസ്റ്റിൻ കുമ്പളം, ബിബിൻ ബോബൻ കുമ്പളങ്ങി, ടെബിൻ ജോസഫ് ചെല്ലാനം, ഫാദർ ജോസഫ് ലിജേഷ് ചെല്ലാനം എന്നിവർക്കും ചടങ്ങിൽ വെച്ച് ആദരവ് നൽകി. കൊച്ചി എംഎൽഎ കെ.ജെ. മാക്സി ചടങ്ങുകളുടെ ഉദ്ഘാടനം നിർവഹിച്ചു. ഈ ബ്ലോക്കിന്റെ കീഴിൽ വരുന്ന 3 ഗ്രാമപഞ്ചായത്തുകളിലെ മികച്ച പ്രകടനം കാഴ്ചവെച്ച വാർഡുകൾക്കും വ്യക്തികൾക്കും സ്ഥാപനങ്ങൾക്കും ഒക്കെ ഇവിടെ അവാർഡ് കൊടുക്കുക. അതോടൊപ്പം തന്നെയാണ് നമ്മുടെ ബ്ലോക്കിന്റെ കീഴിലുള്ള മികച്ച കായിക പ്രതിഭകൾക്കുള്ള അവാർഡ് നൽകുന്നത്. ഒരു നവകേരള പ്രഖ്യാപനം മാലിന്യമുക്ത നവകേരള പ്രഖ്യാപനത്തിലേക്ക് നടത്തുമ്പോൾ നീണ്ട വർഷങ്ങളുടെ ഒരു പ്രവർത്തനങ്ങളുണ്ടായി. പൂക്കളും കിളികളും മലകളും കുന്നുകളൊക്കെ നിരന്തരം രക്ഷപ്പെടിച്ച നാടാണ് നമ്മുടെ. ഏതൊരു കവിയും അവരുടെ കാവ്യ ഭാവന എടുക്കുമ്പോൾ നമ്മുടെ ആനന്ദത്തിൽ പറയാറുണ്ട്. നമ്മുടെ പഴയ കാലങ്ങൾക്ക് എനിക്കറിയാം, വരാതിരിക്കുന്ന കാലങ്ങളൊക്കെ നമ്മുടെ നാടിനെ കുറിച്ചുള്ള കാലങ്ങളായിരുന്നു. ബ്ലോക്ക് പ്രസിഡന്റ് ബേബി തമ്പി അധ്യക്ഷത വഹിച്ച യോഗത്തിൽ ചെല്ലാനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KL ജോസഫ്, ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് ജോബി പനക്കൽ, കുമ്പളം വൈസ് പ്രസിഡന്റ് കാർമിലി ടീച്ചർ, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ സാബു തോമസ്, മെറ്റിൽഡ മൈക്കൽ, ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർമാരായ KK സെൽവരാജൻ, ജോളി പൗവത്തിൽ, നിത സുനിൽ, ജേക്കബ് ബേസിൽ, ജസ്റ്റിൻ ഗോൺസാൽവസ് എന്നിവർ സംസാരിച്ചു. നാമമാത്രമായി തീർന്നുവെങ്കിൽ 2021 പുതിയ ഒരു പ്രവർത്തനം 2021 ഹരിതകർമ്മസേന ആക്റ്റീവായിട്ട് അവിടെ പ്രവർത്തനം. ഇന്ന് ഗ്രാമപഞ്ചായത്തുകളിൽ ചെല്ലാനത്ത് മാത്രമല്ല മറ്റെല്ലാ ഗ്രാമപഞ്ചായത്തുകളിലും ഹരിതകർമ്മസേന എന്ന ഒരു സൈന്യം തന്നെയാണ് ഈ പഞ്ചായത്തിന്റെ പരിസരങ്ങളിൽ നമ്മുടെ ഈ പറയുന്ന സ്ഥലങ്ങളൊക്കെ എല്ലാം കൃത്യമായി പരീക്ഷിച്ചു പോരുന്നത്, മാലിന്യമുക്തമാക്കി പോരുന്നത്. പക്ഷെ അവിടെയും ഒരു നെഗറ്റീവ് എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ പൊതുജനം കരുതുന്നത് ഇത് ഹരിതകർമ്മസേന മാത്രമാണ് ചെയ്യുന്നത്, ഇത് ഹരിതകർമ്മസേനയുടെ മാത്രമാണ് ഡ്യൂട്ടി, ഞങ്ങളൊന്നും ഇതിൽ ഭാഗമാക്കേണ്ട ആവശ്യമില്ല. അത് നമുക്കൊക്കെ എന്തും തോന്നിയത് ചെയ്യാം. ഹരിതകർമ്മസേന വന്ന് കണ്ടിട്ട് നോക്കും. സംബന്ധിച്ചിടത്തോളം നമ്മുടെ സംസ്ഥാനമൊട്ടാകെ കഴിഞ്ഞ മാർച്ച് 30-ന് മാലിന്യമുക്ത ബ്ലോക്കായി സംസ്ഥാന ഗവൺമെന്റ് പ്രഖ്യാപിച്ചു കഴിഞ്ഞു. അതിനെ തുടർന്ന് പഞ്ചായത്തുകളും ബ്ലോക്കുകളും ജില്ലയുമെല്ലാം മാലിന്യമുക്തമായി പ്രഖ്യാപിച്ചുകൊണ്ടുള്ള പരിപാടികളാണ് നടത്തപ്പെടുന്നത്. നമ്മുടെ സംസ്ഥാനം മാലിന്യമുക്തമാക്കുക എന്നുള്ള ബൃഹത്തായ പദ്ധതി അത് നമ്മുടെ എല്ലാവരുടെയും ഒരു സ്വപ്ന സാക്ഷാത്കാരമാണ്. ഇത് ഒരു തുടർ പ്രക്രിയയാണ്. മനുഷ്യനുള്ളിടത്തോളം കാലം മാലിന്യവും ഉണ്ടാവും. ന്യൂസ് ബ്യൂറോ, കൊച്ചി. Study German at International Language Academy, ILA Cochin. Grab your future in Germany and Austria.